ദൈവതിരുനാമത്തിന് മഹത്വം. എല്ലാവർക്കും എൻ്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സായാഹ്ന വന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു വലിയ അവസരം കനിഞ്ഞ് നൽകി. ഓരോ ദിവസവും കർത്താവിനെ അറിയുവാനും യേശുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും യേശുവിനെ പോലെയായി തീരുവാനും ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങൾ വളരെയധികം നാം പ്രയോജനപ്പെടണം. നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്, ഡോണ്ട് ഡിപ്പെൻഡിങ് ഓൺ യുവർ പാസ്റ്റ് വിക്ടറി. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങളിൽ ഒന്നും നിങ്ങൾ ആശ്രയിക്കരുത്. ബിക്കോസ് യെസ്റ്റർഡേ വിക്ടറി ഈസ് നോ ഗ്യാരണ്ടി ഫോർ ടുമോറോ ട്രയൽ. ഇന്നലത്തെ വിജയം ഇന്നത്തെ നമ്മുടെ പ്രലോഭനത്തിനും പരീക്ഷയ്ക്കും സഹായകരമായി തീരുകയില്ല, ഗ്യാരണ്ടി അല്ല. ഇന്ന് നാം ജീവിക്കണമെങ്കിൽ ഇന്നലത്തെ വിജയം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമുള്ള ഒരു പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം. അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി ഉത്സുകരായി തീരാനും നമുക്ക് ഈ ദിവസങ്ങൾ കർത്താവ് കൃപ നൽകട്ടെ. കഴിഞ്ഞ നീണ്ട ഒരാഴ്ച വിശുദ്ധിയെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയും നാം വിശുദ്ധിയെക്കുറിച്ചുള്ള ചില പാഠങ്ങൾ പഠിച്ചു. നാവിനെ കുറിച്ചുള്ള വിശുദ്ധി. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കുറച്ചധികം വാക്യങ്ങൾ വായിക്കുകയും എങ്ങനെ നമ്മുടെ നാവിനെ അഭ്യസിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നാം ചിന്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച നാം ലോകത്തിൽ വിശുദ്ധരായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അതിന്റെ എല്ലാ ഭാഗവും നമുക്ക് ചിന്തിക്കാനായി കഴിഞ്ഞില്ല. കാരണം സമയത്തിന്റെ പരിമിതികൾ നമ്മുടെ മുൻപിൽ എപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ലോകം 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇവയൊക്കെയും അഴിവാനുള്ളതാകയാൽ. ഇത്രയും ഭാഗം നമ്മൾ കേൾക്കുമ്പം നമുക്കൊരു തരം പേടിയൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ അഴിഞ്ഞു പോകും, ഇതൊക്കെ വെന്തുപോകും. കർത്താവേ, നീ എന്താ ചെയ്യാനാ? ഈ കഷ്ടപ്പെട്ട് ഇത്രയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കൊച്ചിന്റെ ആ MBBS ആ കോഴ്സ് കൊണ്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ അവിടെ മുമ്പ് ഡോക്ടർ എന്ന് വെച്ചൊരു നെയിം ബോർഡ് വീടിന്റെ മുമ്പിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. ഈ ഭീതി ഒന്നും അല്ല വരേണ്ടത്. ആകയാൽ ഇത് കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാകേണ്ടത്? വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ കുലുങ്ങുമ്പം ഓടിക്കൂടുന്നത് ഭീതി കൊണ്ടാണ്. ഭക്തി വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു തരം പേടിയാ അല്ലേ? കർത്താവിന്റെ ഭരണനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് അന്ന് രാത്രി മൊത്തം സ്വപ്നമാണ്, മുഴുവൻ സ്വപ്നമാണ്. അതല്ല, കർത്താവ് വരുന്നത് കാണുന്നു, പോകുന്നത് കാണുന്നു, സ്വർഗം കാണുന്നു, നരകം കാണുന്നു. ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം. ഇതൊക്കെ നമ്മുടെ പരിഭ്രാന്തിയുടെ ഭാഗമാണ്. ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവനത് കേൾക്കുമ്പോഴത്തേക്കും കൂടുതൽ വിശുദ്ധിയോടെയും ഭക്തിയോടെയും ജീവിക്കാനായി തുടങ്ങും. ഈ പണ്ട് D.L. മൂഡി ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, ഒരുപക്ഷെ എന്റെ ഉറക്കത്തിന്റെ സ്വപ്നത്തിൽ ഉണ്ടായ ഒരു സ്വപ്നമാണ്. അല്ലാതെ അദ്ദേഹം അത് ശരിയാണെന്നൊന്നും സമർത്ഥിക്കുന്നില്ല. അദ്ദേഹം ഒരു ദിവസം ഉറക്കത്തിന്റെ സമയത്ത് സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോയിട്ട് മടങ്ങി വന്ന് വലിയ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഉള്ള കാര്യം എഴുതിയ പുസ്തകത്തിലെ സ്വർഗത്തിൽ പോയ കാര്യം വായിച്ച് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഈ പുസ്തകവും സാക്ഷി കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോ ഇദ്ദേഹം സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു പ്രധാനപ്പെട്ട ദൂതൻ അദ്ദേഹത്തിന് വേണ്ടി സ്വർഗത്തിന്റെ മനോഹരിതകളെയൊക്കെ വർണ്ണിച്ചു കൊടുക്കാനും അതിന്റെ എല്ലാ ഭാഗങ്ങളെയും പരിചയപ്പെടുത്താനും ഒക്കെ ഉണ്ട്. പുതിയ ആളല്ല, ഒരു ഗൈഡുണ്ട്, ഒരു ദൂതൻ. അദ്ദേഹം ഈ സ്വർഗത്തിന്റെ വലിയ കവാടം തുറന്ന് അതിനകത്തേക്ക് പ്രവേശിച്ചു. വിസ്മയമായ കാഴ്ചകളാണ് അദ്ദേഹം സ്വർഗത്തിൽ കണ്ടത്. ഭയങ്കര വിസ്മയമായ കാഴ്ചകൾ.
ഒരു പരിധി വരെ മാനുഷിക ഭാഷയിൽ സ്വർഗത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതിനും അപ്പുറമാണ് സ്വർഗത്തിന്റെ കാഴ്ചകൾ അദ്ദേഹം കണ്ടത്. പ്രത്യേകിച്ച് പഴയ വിശുദ്ധന്മാരെ പലരെയും ഒക്കെ ദർശിക്കാനും കാണാനും കർത്താവിനെ നേരിട്ട് ക്ഷയിക്കാനും ഒക്കെ ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ചു. ഒരു സ്വപ്നമാണ് അദ്ദേഹത്തിനുണ്ടായ സ്വപ്നമാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു തൃപ്തിയായി, ഓക്കെ എന്നാൽ നീ ഇനി മടങ്ങിക്കോ ഭൂമിയിലേക്ക് മടങ്ങാനായിട്ട് ഒരുങ്ങവേ അദ്ദേഹം ഒരു ആഗ്രഹം കൂടെ പ്രകടിപ്പിച്ചു. വിരോധം ഇല്ലെങ്കിൽ ഏതായാലും ഇവിടെ സ്വർഗം വരെ വന്നതല്ലേ, നരകം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു അവസരം. അദ്ദേഹം പറഞ്ഞു, ഉത്തരവാദപ്പെട്ടവർക്ക് ചോദിക്കണം, കൂടിയാലോചനയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഓക്കെ ഏതായാലും നരകം കൂടെ കാണാം ഉള്ള അനുമതി ലഭിച്ചു. അപ്പൊ സ്വർഗത്തിന്റെ കവാടം തുറന്നു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ സ്വർഗത്തിന്റെ കവാടം തുറന്ന് പിന്നെ ഒരു ഇടനാഴികയാണ് നരകത്തിലേക്കുള്ള നീണ്ട ഒരു വഴിയാണ് കിടക്കുന്നത്. അതിന്റെ ഏറ്റവും അന്ത്യത്തിലാണ് നരകത്തിലേക്കുള്ള ഒരു വാതിൽ വെച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് പെട്ടെന്ന് ദൂതനെ അടച്ചു. വഴി പോകവേ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് സ്വർഗത്തിന്റെ വാതിലിൽ നിന്ന് നരകത്തിന്റെ വാതിലിലേക്കും നരകത്തിന്റെ വാതിലിൽ നിന്ന് സ്വർഗത്തിന്റെ വാതിലിലേക്കും അനേകം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പൊ അദ്ദേഹം ദൂതനോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഇതെന്താ ഇങ്ങനെ നരകത്തിന്റെ വാതിൽ നിന്ന് സ്വർഗത്തിലേക്കും സ്വർഗത്തിന്റെ വാതിൽ നിന്ന് നരകത്തിലേക്കും പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവർ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ രക്ഷിതാവൊക്കെ ജീവിച്ച് രക്ഷിതാവായൊക്കെ സ്വീകരിച്ച് ജീവിച്ച ആളുകളാണ്. പക്ഷെ ഇവര് ഒരു വിശുദ്ധ ജീവിതം നയിച്ചില്ലായിരുന്നു. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ അവർ മരിച്ച ശേഷം സംഭവിച്ചതാണ്, സ്വർഗത്തിന് അവരെ ആവശ്യമില്ല. സ്വർഗത്തിന് അവരെ ആവശ്യമില്ല. കാരണം വിശുദ്ധ ജീവിതം നയിച്ചിട്ടില്ല. സാത്താനും അവരെ ആവശ്യമില്ല. കാരണം ജീവിച്ചിരുന്നപ്പം സാത്താനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത? പാപം ചെയ്ത. സാത്താനെ കുറ്റം പറഞ്ഞുകൊണ്ട് പാപം ചെയ്ത. സകലാധികാരങ്ങൾ ഈ കാഴ്ചവെട്ടിലാക്കിന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ മുഴുവൻ പള്ളു പറയുകയും ചെയ്തു. ഒരു വിശുദ്ധ ജീവിതവും നയിച്ചില്ല. അപ്പൊ നരകത്തിനും വേണ്ട സ്വർഗത്തിനും വേണ്ട. താഴെ വന്ന് അദ്ദേഹം പറഞ്ഞത്, എന്റെ മൊന്നച്ചു ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഒന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. ഇതിന്റെ ഇടയ്ക്കുള്ള കാഴ്ച അദ്ദേഹത്തിന് ഏറ്റവും ഭീകരമായിട്ട് തോന്നിയത്. ഇതൊക്കെ നമ്മുടെ ഒരു കഥയാണ് തോന്നി. സ്വർഗത്തിന്റെ വാതിൽ നിന്ന് നരകത്തിലേക്ക് ഓടുന്നതാണ്. അപ്പോ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞത് വളരെ ഗൗരവത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോകണം. ഈ ആവേശം കയറി സാത്താനെ വെറുതെ പള്ളു പറയരുത്. എവിടെയെങ്കിലും ഒരു ഇടം നമുക്ക് വേണം. ഇവിടെ വെച്ച് തീരുമാനിക്കാം ഏതിടമാണ് നമുക്ക്. പക്ഷെ ഈ നടുക്ക് ഒരുതരം ആർക്കും വേണ്ടാത്ത പരുവത്തിലുള്ള ഒരു ഓട്ടം, അത് വളരെ ഭീകരമായിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലോകത്തിലെ സകല ലക്ഷണങ്ങളും നാം കാണുമ്പോൾ, ലോകത്തിലെ സകല മാറ്റങ്ങളും കാണുമ്പോൾ, ലോകത്തിലെ സകല സമൃദ്ധിയും കാണുമ്പോൾ ഒരു കാര്യം ഒരു വിശുദ്ധന്റെ മനസ്സിൽ ഉയർന്നു വരണം. ഇത് അഴിയുവാനുള്ളതാണ്. ഇത് തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല. ഒരു നിത്യവാസം ഇവിടെ ഇല്ല. അതുകൊണ്ട് വളരെ വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ ജീവിക്കുവാൻ നമ്മെ തന്നെ നാം സമർപ്പിക്കണം. ജീവിതത്തിൽ ലഭിക്കുന്ന സകല നന്മകളും ദൈവസന്നിധിയിൽ നമ്മളെ വിശുദ്ധിക്കായി വിധേയപ്പെടുത്തുന്നതായി തീരണം. അവിടെയാണ് നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ഒന്ന് നാം സൂക്ഷിക്കേണ്ട കാര്യം, ദ്രവ്യാഗ്രഹം എന്ത് ചെയ്യണം? സൂക്ഷിച്ച് കൊള്ളണം. ധനത്തോടുള്ള ആർത്തി സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് പറഞ്ഞത്, ഒരു ധനത്തോടുള്ള സ്നേഹമുള്ള ഒരാള് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതാ യേശു പറഞ്ഞത്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എത്ര എളുപ്പം, എത്ര എളുപ്പം. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്,
അങ്ങനെയെങ്കിൽ ആ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശു പറയുകയാണ്, മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. എന്ന് വെച്ചാൽ ഒരു ദ്രവ്യാഗ്രഹി സ്വർഗരാജ്യം അവകാശമാക്കുന്ന പറഞ്ഞ പ്രത്യേകമായ ഒരു അത്ഭുതം ദൈവം ചെയ്യണം. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു ദ്രവ്യാഗ്രഹിയെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ധനവാൻ എന്ത് ചെയ്യണമെന്ന് പറയും. ധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണമെന്നും വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പിന്നീട് ബിവെയർ ഓഫ് യുവർ കമ്പനി, നിങ്ങളുടെ ചങ്ങാത്തം സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു മൃഗയുദ്ധം നാം ചെയ്യണം. ഒരു മൃഗയുദ്ധം ചെയ്യണം. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ഒരു ഫിലോസഫിയാണ് നമ്മുടെ ലോകം മുഴുവനും എന്ത് ചെയ്യുന്നത്, പിന്തുടരുന്നത്. ലോകത്തിൽ രണ്ട് വർഗങ്ങളാണ് സാധാരണഗതിയിലുള്ളത്. ഒന്ന് സമ്പന്ന വർഗവും ദരിദ്ര വർഗവും, അല്ലേ? ഇന്ന് ലോകത്തില് ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്ത്. ഒറ്റ നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുന്നവർ. ഭക്ഷണമില്ല, ഭക്ഷിക്കാനായിട്ട് യാതൊരു വഴിയും സൗകര്യങ്ങളും ഒന്നുമില്ല. അത്ര ഭീകരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാത്ത ആളുകളുണ്ട്. ഒറ്റ നേരം പോലും ലഭിക്കാൻ കഴിയാതെ മരണത്തോട് പട്ടിണി മരണം വരിച്ച അധികം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ദൈവം നമുക്ക് ഭക്ഷണം 3 നേരം നൽകിയിട്ടുണ്ട്. പക്ഷേ തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞുള്ള ഈ ലൂസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നാം ചെയ്യരുത്. എഫേസോസിൽ വെച്ച് പൗലോസിന് ഒരു മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു. ദുഷിച്ച കൂട്ടുകെട്ട് സ്വഭാവത്തെ എന്ത് ചെയ്യുന്നു, ദുഷിപ്പിച്ച് കളയുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഈ ലോകത്തിൽ നാം എന്ത് ചെയ്യണം, ജീവിക്കണം. നമുക്ക് നൽകുന്ന ധനമെല്ലാം അന്യായമായി വിനിയോഗിക്കാനായിട്ടുള്ളതല്ല. നമുക്ക് നൽകുന്ന സ്വാധീനമൊന്നും അനാവശ്യമായി ഉപയോഗിക്കാനായിട്ട് ഉള്ളതല്ല. ദൈവം നമ്മെ ഏൽപ്പിച്ച സകല സമ്പത്തിനും നാം ദൈവസന്നിധിയിൽ കണക്ക് എണ്ണി എണ്ണി പറയേണ്ടവരാണ്. നമ്മൾ അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ആ ഭാഗം ഞാൻ വിവരിച്ചിരുന്നു, ഞാൻ അത് മുഴുവനായിട്ടും പറയുന്നില്ല. മൂന്നാമതായിട്ട് ദുർനടപ്പ് സൂക്ഷിക്കുക, സെക്സ്വൽ ഇമ്മോറാലിറ്റി, ലൈംഗിക പാപത്തെ സൂക്ഷിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. 3 കാര്യങ്ങളാ ലൈംഗിക പാപത്തിൽ നമുക്ക് എടുക്കേണ്ട സ്റ്റെപ്പ്. ഒന്ന്, റൺ, നാം ഓടണം, ഫ്ലീ. കാരണം ഏത് പാപവും നമ്മൾ നിന്ന് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ ലൈംഗിക പാപത്തിന് മുമ്പിൽ നിന്ന് നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല, ഓടാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയണം. വളരെ ശ്രദ്ധിക്കണം, ഒഴിഞ്ഞു മാറുക. കഴിവതും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നല്ലതാ, ചങ്ങാത്തമൊക്കെ നല്ലതാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് കഴിയണം. ഞാൻ എപ്പോഴും പറഞ്ഞു, ആരോഗ്യം എന്ന് പറയുന്നത് പകരുന്ന ഒന്നല്ല, പക്ഷേ രോഗമാണ് എന്ത് ചെയ്യുന്നത്, പകരുന്നത്. പാപം പകരും. അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് കഴിയണം. രണ്ടാമതായിട്ട്, ഈ ലൈംഗിക പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഫീഡ്, നമുക്ക് നല്ല നിലയിലുള്ള ആഹാരം എന്ത് ചെയ്യണം, നാം കഴിക്കണം. ബാലൻ തന്റെ നടപ്പിനെ, ഒരു യൗവനക്കാരൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തന്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാലാണ്. ഒരു ഫീഡിംഗ് ഉണ്ടാണ്. ഫ്ലീ, ഫീഡ്. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനമായി നാം അറിഞ്ഞിരിക്കണം. മൂന്നാമതായി ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. ജഡത്തിൽ ബലഹീനത ഉള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം. ജഡത്തിൽ ബലഹീനത ഉള്ള, ഒരു സെക്സ്വൽ വീക്ക്നെസ് ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കൂട്ടായ്മയില്ല, നമുക്ക് അതിനെ ജയിക്കാനായിട്ട് നിൽക്കില്ല.
കഴിയില്ല. കാരണം ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഓപ്പണായിട്ട് പറയാത്തതുകൊണ്ടാണ് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടോ? രക്ഷിക്കപ്പെട്ടവരിലുണ്ടോ? സ്നാനപ്പെട്ടവരിലുണ്ടോ? നല്ല വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. പല ചെറുപ്പക്കാരും എന്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ഗോപ്യമായി രഹസ്യമായിട്ട്, ദേവദാസ ഈ വിഷയത്തിൽ ഒരു ബലഹീനതയുണ്ട്, വീക്ക്നെസ് ഉണ്ട്. കമ്മിറ്റ് ചെയ്തില്ലെങ്കിലും ആ വീക്ക്നെസ് എന്റെ അകത്തുണ്ട്. കൂട്ടായ്മയിലൂടെ, നല്ല കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. മുപ്പിനി ചരട് അറ്റുപോകയില്ല വേഗത്തിൽ. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നവന് അയ്യോ കഷ്ടം. 2 or 3 പേർ കൂടുന്നിടത്ത് ഒരു ജയമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ ഒരു ജയം നമുക്ക് പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യും? നിശ്ചയമായിട്ട് കഴിയും. അങ്ങനെയുള്ളവർ ഒറ്റയ്ക്ക് ആകരുത്. എപ്പോഴും ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണം. മുറിക്കകത്തും നിങ്ങൾ ഒറ്റയ്ക്ക് വസിക്കാൻ താല്പര്യപ്പെടുന്നത്, ഒറ്റയ്ക്ക് ഒരു മുറിക്കകത്ത് വസിക്കേണ്ടി വന്നാൽ തൊട്ടടുത്ത ഒരു സഹോദരനെ വിളിക്കുകയോ മറ്റൊരാളുടെ അടുക്കൽ ചെല്ലുകയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും 4 പേരുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും സ്റ്റേ ചെയ്യരുത്. അങ്ങനെ പ്രലോഭനങ്ങൾ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, he who falls into sin is human. Pity on him. പാപം ചെയ്യുന്നത്, പാപത്തിൽ വീഴുന്നത് ഒരു മാനുഷികമായ കാര്യമാണ്. അവനെ ഓർത്ത് നാം പരിതപിക്കണം. ഓ സഹോദരൻ വീണ് പോയല്ലോ. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത്, he who gives all his sin is saved. ആ പാപത്തിൽ നിന്ന് ജയിച്ച് കരകയറുന്ന ഒരുവനാണ് ആര്? വിശുദ്ധൻ. അവനെ അനുഗമിക്കാം. വീഴാത്ത ഒരാളെ ആര് അനുഗമിക്കണ്ട. വീണ് ജയിച്ചവനെ നാം എന്ത് ചെയ്യണം? അനുഗമിക്കണം. വീഴാതെ പോകുന്നവനെ സൂക്ഷിച്ചോണം. ഇതുവരെ വീണിട്ടില്ല എന്നൊക്കെ പറയുന്നവനെ വളരെ അധികം ചെയ്യണം, സൂക്ഷിക്കണം. കാരണം പെട്ടെന്ന് വീഴാൻ വേണ്ട. പറഞ്ഞ പിടിച്ചോ, വീഴാതെ ഇരിക്കാൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നുണ്ട്. മൂന്നാമത് ഈ ദേവദാസൻ പറഞ്ഞ, he who boasts his sin is devil. തന്റെ പാപത്തിന് അഭിമാനം കൊള്ളുന്നവൻ സാത്താനാണ്. അവനെ കട്ട് ചെയ്ത് മാറ്റി പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നവരോ നിങ്ങൾ ദുഃഖിക്കില്ലെന്ന, കട്ട് ചെയ്ത് പുറത്താക്കണം. അവന് വേണ്ടി അനുഭവിക്കാനും അവനെ ബലപ്പെടുത്താനൊന്നും പോയിട്ട് കാര്യമൊന്നും ഇല്ല. എന്ത് വിലപ്പെടുത്താനും അവനെ എന്ത് ചെയ്യുക? മാറ്റിക്കളയുക. അവൻ സാത്താന, അവനെ പൂർണ്ണമായി മാറ്റുക. ഇന്ന് സത്യം പറഞ്ഞ പാപത്തെ ബോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ആളുകളിൽ പലരും. വളരെ വേദനയോട് ഞാൻ പറയുകയാണ്. ചിലരൊക്കെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് ലജ്ജ തോന്നാറുണ്ട്, വളരെ ലജ്ജ തോന്നാറുണ്ട്. കാരണം ഞാൻ ആ കാര്യം ഇങ്ങനെ ചെയ്തു, ഞാൻ വിട്ട് അവരെ അടുപ്പിച്ചു, കാര്യങ്ങളൊക്കെ നേരെയാക്കി, നല്ല അഭിമാനത്തോടെ എന്ത് ചെയ്യുന്നത്? അവർ ചെയ്ത പാപങ്ങളെ അദ്ദേഹമാണ് ആര്? ഡെവിൾ. പാപത്തെ എപ്പോഴും പാപത്തെ ജയമാക്കി ഘോഷിക്കുന്ന ആളുകൾക്കാണ് സാത്താൻ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ഒരു നാമം. നിശ്ചയമായും വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. 4, ഭൗതിക അനുഗ്രഹങ്ങൾ നാം വളരെയധികം സൂക്ഷിക്കണം. ഈ ലോകത്തിൽ ഒരു ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ ഭൗതിക അനുഗ്രഹം നാം വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അനുഗ്രഹത്തെ നാം വിഗ്രഹമാക്കരുത്. ലേഖനങ്ങളിൽ, ഒടുവിലത്തെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്. 1 യോഹന്നാൻ 5:21. വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുക. വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അനുഗ്രഹങ്ങളെ വിഗ്രഹമാക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇന്ന് നമ്മുടെ ക്രൈസ്തവ ഗോളത്തിൽ കണ്ടു വരുന്നത്.
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ രണ്ടാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ രണ്ടാണ്. ഒന്ന് ഭൗതിക അനുഗ്രഹങ്ങൾ, രണ്ട് ആത്മീക അനുഗ്രഹങ്ങൾ. ഇത് രണ്ടും ദൈവം ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഒന്നാണ്. ഭൗതിക അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവേശം നൽകുന്ന ഒന്നാണ്. കാരണം നമ്മുടെ ശരീരത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒന്നാണ് ഭൗതിക അനുഗ്രഹം. കാരണം ഭൗതികത അല്ലെങ്കിൽ മെറ്റീരിയൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരളവ് വരെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഉതകുന്ന കാര്യങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഈ ഭൗതിക അനുഗ്രഹം ദൈവം നമുക്ക് നൽകുന്നതിന്റെ അടിസ്ഥാനം അവിടുന്ന് നമ്മുടെ സൃഷ്ടാവ് ആയതുകൊണ്ടാണ് ഭൗതിക അനുഗ്രഹം തമ്പുരാൻ നമുക്ക് നൽകുന്നത്. ദൈവം നമുക്ക് നൽകുന്ന ഏത് കാര്യത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. അപ്പൊ തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ച് തന്റെ സൃഷ്ടികളായി നാം ആയി തീർന്നത് കൊണ്ടാണ് ഭൗതിക അനുഗ്രഹം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം ആ ഒരു നിലയിലാണ് അനുഗ്രഹം നൽകുന്നത് കൊണ്ട് ദൈവം സൃഷ്ടിച്ച സകലത്തിനും ദൈവം എന്ത് ചെയ്യും? ഈ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നവനും അങ്ങനെ നയിക്കാത്ത ആളുകൾക്കും ദൈവം ഈ ഭൗതിക അനുഗ്രഹം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള. കാരണം അതിന്റെ അടിസ്ഥാനം ദൈവം എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിനൊരു മറുപടി ഉണ്ട്. ഞാനാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. ആ കാര്യത്തിന് എനിക്ക് പക്ഷാഭേദം കാണിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? പണ്ട് സ്നേഹമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു മീൻ വറുത്തത് ചോറിന്റെ അകത്ത് പൊതിഞ്ഞു വെച്ച ചോറ് കൊണ്ട് വെക്കും. ഇതറിയാവുന്ന മൂത്ത മോൻ എന്ത് ചെയ്യും? അതെടുത്ത് ഇങ്ങോട്ട് മാറ്റി മറ്റേ ചോറ് മാത്രം എന്ത് ചെയ്യും? അങ്ങോട്ട് എടുത്തെടുക്കും. പണ്ടത്തെ കാര്യമാണ്. ഇന്നിപ്പോ ഇഷ്ടമാതിരി ഉണ്ടല്ലോ. ഞാൻ ഇളയ മകനാണ്. എന്റെ മാതാവ് ഇടയ്ക്ക് ആരും കാണാതെ എന്ത് ചെയ്യും? എനിക്കും ഇങ്ങനൊക്കെ തരാറുണ്ട്. ഈ പരിപാടി ദൈവത്തിനില്ല. ഈ പരിപാടി ദൈവത്തിനില്ല. കാരണം ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാകയാൽ ഒരു സൃഷ്ടാവ് എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് അങ്ങനെ വേർതിരിവ് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭൗതിക അനുഗ്രഹങ്ങൾ സകലർക്കും ദൈവം വെച്ചിട്ടുള്ളതാണ്. കർത്താവിനെ അറിഞ്ഞ് നമുക്ക് ഇച്ചിരി കുറച്ചേ തരാൻ സാധ്യതയുള്ളൂ. കുറച്ചു മതിയല്ലോ നമ്മൾ. അതല്ല നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്തു. ഒത്തിരി വേണ്ടല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു കൂളിംഗ് ഗ്ലാസ് 1,00,000 രൂപയും തികഞ്ഞാൽ അങ്ങ് തിരിച്ച് വണ്ടി കയറുമെന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആയിട്ടില്ല, അതുകൊണ്ടാണ് വണ്ടി കയറാത്തത്. എനിക്കറിയാം. എന്നാ ആകുക. ശ്രദ്ധിക്കണേ, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് അതാണ് സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവം നൽകുന്നത്. പക്ഷെ ഈ ഭൗതിക അനുഗ്രഹങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പറൽ ബ്ലെസ്സിംഗ് ആണ്. അത് താൽക്കാലികമാണ്. അതിന് നിത്യമായ ഒരു യാത്ര അതിനില്ല. വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പുഴുവും തുരുമ്പും ഒക്കെ കെടുത്തിക്കളയും കള്ളന്മാർക്ക് തുരന്നു മോഷ്ടിക്കാൻ കഴിയുന്നതുമാണ് ഭൗതിക അനുഗ്രഹം. എന്ന് വെച്ചാൽ അതിന് നിലനിൽപ്പ് വളരെ മോശമാണ്, വളരെ മോശമാണ്. ഇന്ന് നാം കാണുന്ന സമ്പന്ന രാജ്യങ്ങൾ നാളെ തകർന്നടിഞ്ഞ് ദരിദ്ര രാജ്യമായി മാറുന്നു. ഒരു കാലത്ത് സാമ്രാജ്യ രാജ്യങ്ങളായിരുന്ന പല രാജ്യങ്ങളും ചരിത്രത്തിൽ നിന്ന് ചരിത്രമായി അവശേഷിക്കുകയാണ്. ഇതൊക്കെ നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൗതിക അനുഗ്രഹങ്ങളിൽ ചാരി നാം അധികം മുൻപോട്ട് പോകരുത്. അവയൊക്കെ താൽക്കാലികതയുടെ നൈമിഷികതയുടെ ഉടുപ്പണിഞ്ഞാണ് നിൽക്കുന്നത്. ഏത് സമയത്തും അത് മാഞ്ഞു പോകാം. ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതെല്ലാവർക്കും വേണ്ടി ഉള്ളതാണെന്ന് നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. രണ്ടാമത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ആത്മീയ അനുഗ്രഹം. ഈ ആത്മീയ അനുഗ്രഹം ദൈവം ഏത് ബേസിലാണ് നൽകുന്നത്? വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിലാണ് ദൈവം നമുക്ക് ആത്മീയ അനുഗ്രഹം നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾക്ക് മാത്രം നൽകുന്നതാണെന്ന്
ആത്മീക അനുഗ്രഹം എല്ലാവർക്കും വെച്ചിരിക്കുന്നുവെങ്കിലും തന്റെ വീണ്ടെടുപ്പ് വേലയിൽ അംഗീകാരം ലഭിച്ച് അതിനെ സ്വീകരിച്ച് അതിന്റെ ഭാഗമായി തീർന്നവർക്കും മാത്രമേ ദൈവം നൽകിയുള്ളൂ. അതെല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും വേണ്ടിയാണ് വെച്ചിരിക്കുന്നെങ്കിലും അത് സ്വീകരിക്കപ്പെടുന്നവർക്ക് മാത്രം, അതിൽ വിശ്വസിക്കപ്പെടുന്നവർക്ക് മാത്രമേ ദൈവം ഈ ആത്മീയ അനുഗ്രഹം നൽകുകയുള്ളൂ. പക്ഷേ ഈ ആത്മീയ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്തെന്നറിയാമോ? അത് നിത്യമാണ്. അത് ഈ ലോകത്തിൽ കൊണ്ട് അവസാനിക്കുന്നതല്ല, ലോകത്തിനപ്പുറം നീണ്ടു നിൽക്കുന്ന ഒരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹം. നിത്യജീവൻ അത് ഒരിക്കലും കെട്ടുപോകുന്നതല്ല. കള്ളന്മാർക്കോ പുഴുവിനോ തുരുമ്പിനോ ഒന്നും കെടുത്തിക്കളയുവാനോ മോഷ്ടിക്കുവാനോ കഴിയാത്ത ഒരു നിക്ഷേപമാണ് ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ആ നിക്ഷേപത്തെ കൂട്ടാനായിട്ട് നാം ശ്രമിക്കണം. അതാണ് ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കാനായിട്ട് ഉള്ളത്. ഈ രണ്ട് അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായിട്ട് നാം മനസ്സിലാക്കണം. അബ്രഹാമിന്റെ ജീവിതത്തില്, സാറായുടെ ജീവിതത്തില് തന്റെ വളരെ ലേറ്റ് ടൈമിൽ, വളരെ ജീവിതത്തിന്റെ സായാഹ്ന വേളകളില് ദൈവം അവരെ അനുഗ്രഹിച്ച് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വീട് ലൈവായി. ഇസ്മായിൽ വന്നു കഴിഞ്ഞപ്പോൾ വീടിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം സംഭവിക്കുകയായിരുന്നു. ഒരു പക്ഷെ ആ വീടിന് ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം അവരിങ്ങനെ ബാരനായിട്ട് മുമ്പോട്ട് പോകുന്നതായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കപ്പെടുന്ന നിലയിൽ തന്നെ ആകെ പ്രശ്നങ്ങളായി. സഹായിക്കൊട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങൾ. സഹോദരിമാർ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യം എന്താണെന്ന് സഹോദരന്മാരായ നമുക്ക് നന്നായിട്ട് അറിയാം. തിരിച്ചങ്ങോട്ടും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായി പോകുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാഗ്ദത്ത സന്തതിയുടെ വരവ്. ഇത് അവരെ സന്തോഷഭരിതരാക്കി തീർത്തു. ആ വീട് ലൈവായി. ഞാൻ ചിന്തിക്കുന്നത്, ഇന്നത്തെ ഒരു അബ്രഹാം ആയിരുന്നെങ്കിൽ എല്ലാ ദിവസവും പോയി ഇസഹാക്കിന് റിമോട്ട് കാറും ജീപ്പും ടോയ്കളും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കും. എപ്പോഴും കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുക. ഭയങ്കര സന്തോഷമാണ്, സമൃദ്ധമായ സന്തോഷം. ഒരു പരിധി വരെ ഞാൻ ചിന്തിച്ചത് യാഗം കഴിക്കാനോ പ്രാർത്ഥന കഴിക്കാനോ ഒന്നും വലിയ നേരമൊന്നും ഈ പുള്ളിക്കാരന് കിട്ടി കാണുന്നില്ല. കാരണം ഇത്രയും വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു വാഗ്ദത്ത സന്തതിയല്ലേ. എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുകയും ദൈവശബ്ദത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടാണ് ലഭിച്ചത്. അതിന്റെ സന്തോഷമൊന്നും വേറെയാണ്. ഒരു യൗവനത്തിന് കൊണ്ടുണ്ടാകുന്ന സന്തോഷവും കുഞ്ഞുങ്ങളെ ലഭിക്കാതെ ഒരു സമയം കഴിയുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരു പരിധി വരെ വീടിന്റെ മൂവ്മെന്റ്സ് എല്ലാം ഐസക്കിനെ കേന്ദ്രീകരിച്ചാണ്. കാരണം ഇസഹാക്ക് ഉണരാതിരിക്കാൻ പ്രഭാത പ്രാർത്ഥന ഇല്ല. എന്റെ ഒരു നിരൂപണമാണ്. കാരണം ഒച്ചത്തെ പാട്ട് പാടി കഴിഞ്ഞാൽ കൊച്ചിന് എഴുന്നേറ്റെങ്കിലും അവനങ്ങ് കിടന്ന് ഉറങ്ങട്ടോ. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ ഇവിടെ? ഇനി കാണുമ്പോൾ എനിക്കറിയാം. ഇപ്പൊ വേദോത്സവം വായിക്കുന്നില്ല, പാട്ട് പാടുന്ന കൊച്ച് കുഞ്ഞിനെ ശല്യപ്പെടുത്തരുത്. വൈകിട്ടത്തെ പ്രാർത്ഥന കൊച്ചിനോടും കൂടെ കിടക്കാൻ ഉറങ്ങാൻ പോയത്. പിന്നെ പ്രാർത്ഥനയും പോയി സകലതും പോയി രാവിലെ എന്ത് ചെയ്യുന്നു? എഴുന്നേക്കുന്ന. അങ്ങനെ ഒരുമിച്ചങ്ങ് പോവുക. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ അമിത വാത്സല്യം അങ്ങോട്ട് കൂട്ടിയിട്ട് ഈ കുട്ടിയിൽ നിയന്ത്രിതമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പോകുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ഈ ഐസക് ഒരു വിഗ്രഹമായി മാറുകയാണ്. ദൈവം വിളിച്ചു, ഹലോ അബ്രഹാം, bring him to the altar. ഇവനെ യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകാം. ഈ പരിപാടി നടക്കത്തില്ല. ഇവരെ യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകാം. അബ്രഹാമിന്റെ ഒരു പ്രത്യേകത നമ്മളെക്കാൾ ദൈവശബ്ദത്തിന് വില കൊടുക്കുന്നവനായിരുന്നു. അബ്രഹാം യാഗപീഠത്തിൽ സമർപ്പിക്കുക. ഞാൻ അവിടെ മനസ്സിലാക്കുന്ന വേറൊരു സന്ദേശമുണ്ട്. അത് ഈ സന്ദേശമാണ്. അബ്രഹാമേ, ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങളൊന്നും നിന്റെ വിഗ്രഹമാക്കി നീ തീർക്കരുത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളൊന്നും ശേഷം നിന്റെ വിഗ്രഹമായി മാറരുത്. ഏത് സമയത്തും അതിനെ യാഗപീഠത്തിൽ സമർപ്പിക്കുവാൻ നീ തയ്യാറായിരിക്കണം. രാത്രി ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് നൽകുന്നത്
മടക്കി നൽകുവാൻ പറഞ്ഞാൽ, ദൈവത്തിന് അർപ്പിക്കാൻ പറഞ്ഞാൽ, അത് നമ്മുടെ ആത്മീക ജീവിതത്തെ നിയന്ത്രിക്കുന്ന അനുഭവമായി തീർന്നാൽ അതിനെ ദൈവത്തിൽ അർപ്പിച്ച് ആരാധന കഴിക്കുവാൻ നാം തയ്യാറാകണം. ഒന്നും ദൈവത്തിന് അപ്പുറമുള്ളതായി തീരാൻ ഇടവരുത്തരുത്. വളരെ ശ്രദ്ധയോടെ നമുക്ക് ആ കാര്യം ചിന്തിക്കാനായിട്ട് കഴിയണം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം നാം വാക്യങ്ങൾ വായിക്കുന്നവരാണെങ്കിലും 1 കൊരിന്ത്യർ chapter 7 29, 30, 31. ഞാൻ എപ്പോഴും പറഞ്ഞു, ബൈബിൾ തുറക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ക്ഷീണം കാണിക്കരുത്. ബൈബിളിന്റെ പേജുകൾ മറിക്കുന്നതിൽ നിങ്ങൾ ഒട്ടും കുറവ് കാണിക്കരുത്. മറിച്ചോണം. ആരെങ്കിലും എടുത്തത് കൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ ആ സ്ക്രിപ്ചർ പോർഷൻ എടുക്കണം. നിങ്ങൾ വായിക്കാനായിട്ട് തയ്യാറാകണം. പ്ലീസ്. 1 കൊരിന്ത്യർ chapter 7 verse 29 to 31. എന്റെ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു. എന്റെ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാലം വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. എന്റെ സത്യം പറഞ്ഞാൽ ഈ വേദഭാഗം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയമായ എന്റെ മനസ്സിലേക്ക് വന്നത്, കാലം വളരെ ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അധിക നാളുകൾ പദ്ധതികളൊന്നും ഇട്ടുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സമയമില്ല. സമയം വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വായിച്ചാണ്.